തിരുനാവായ ലീഗിലും UDF-ലും പ്രതിസന്ധികൾ അഴിഞ്ഞു. ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ തർക്കങ്ങൾക്ക് പരിഹാരം. പ്രസിഡന്റ് പദവി 2.5 വർഷം വീതം പങ്കുവയ്ക്കാനും വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിന് നൽകാനും ലീഗ് തീരുമാനം. വൈസ് പ്രസിഡന്റ് പദവി നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് മുന്നണി വിടുമെന്ന വാർത്തകൾക്കിടയിലാണ് ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. പ്രസിഡന്റ് പദവിക്കായി ലീഗിൽ കനത്ത വടംവലിയുണ്ടായിരുന്നു. തുടർന്നാണ് ജില്ലാ നേതൃത്വം 2.5 വർഷം വീതം പദവി പങ്കിടാമെന്ന ഫോർമുല രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ 2.5 വർഷം മുതിർന്ന നേതാവും പാർട്ടി ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയും 15ാം വാർഡ് അംഗവുമായ MP മുഹമ്മദ് കോയയും പിന്നീടുള്ള 2.5 വർഷം പട്ടണനടക്കാവ് ഈസ്റ്റ് വാർഡ് അംഗം പള്ളത്ത് ലത്തീഫും പ്രസിഡന്റ് പദവി വഹിക്കും. പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയാണ് പള്ളത്ത് ലത്തീഫ്. ആദ്യ 2.5 വർഷം ലത്തീഫിനെ വികസന സ്ഥിരം സമിതി അധ്യക്ഷനാക്കാനും പാർട്ടിയിൽ ധാരണയായിട്ടുണ്ട്. 2.5 വർഷം കഴിയുന്നതോടെ മുഹമ്മദ് കോയയ്ക്ക് മെമ്പറായി തുടരണം. പിന്നീട് പദവികൾ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ജില്ലാ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ചേർന്നാണ് അന്തിമ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവരുടെ ഇടപെടലിലാണ് കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് പദവി നൽകാൻ പഞ്ചായത്ത് ലീഗ് നേതൃത്വം തയ്യാറായത്. കോൺഗ്രസിലെ കുത്തുകല്ല് വാർഡിൽ നിന്ന് വിജയിച്ച ഹന്നത്ത് എടശ്ശേരിയാണ് വൈസ് പ്രസിഡന്റ് ആകുക. സ്ഥിരം സമിതികൾ സംബന്ധിച്ച് നിലവിൽ തീരുമാനങ്ങൾ ആയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ മുന്നണിയിൽ ഭിന്നിപ്പുണ്ടാകുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് ജില്ലാ നേതൃത്വം കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് പദവി നൽകിയിട്ടുള്ളത്. കൂടുതൽ അംഗങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ പദവികൾ ആവശ്യമുള്ളതുകൊണ്ട് വൈസ് പ്രസിഡന്റ് പദവി നൽകാനാകില്ലെന്നായിരുന്നു പ്രാദേശിക ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. എന്നാൽ കോൺഗ്രസ് ഇതിന് വഴങ്ങിയിരുന്നില്ല. ബുധനാഴ്ച വൈകുന്നേരത്തിനകം പദവി സംബന്ധിച്ച തീരുമാനം അറിയിക്കണമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. പദവി നൽകിയില്ലെങ്കിൽ വ്യാഴാഴ്ച പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാനും മുന്നണി വിടുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനുമായിരുന്നു പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ തയ്യാറെടുപ്പ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് മുഹമ്മദ് കോയ. നിലവിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ മെമ്പർമാരുടെയും പാർട്ടി നേതാക്കളുടെയും യോഗം വിളിച്ചു ചേർക്കുകയും ഹിതപരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ പള്ളത്ത് ലത്തീഫിനെയാണ് കൂടുതൽ പേരും പിന്തുണച്ചത്. എങ്കിലും ജില്ലാ കമ്മിറ്റി 2.5 വർഷം വീതം പ്രസിഡന്റ് പദവി പങ്കിടാമെന്ന ഫോർമുല രൂപപ്പെടുത്തുകയും മുതിർന്ന നേതാവെന്ന പരിഗണന നൽകി മുഹമ്മദ് കോയയ്ക്ക് ആദ്യ ടേം നൽകാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി കാട്ടിലങ്ങാടി വാർഡിൽ വിജയിച്ച CV ഷാഫി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ചേരുലാൽ വാർഡ് മെമ്പർ ഹസീന തോട്ടത്തിൽ എന്നിവരെയും തീരുമാനിച്ചിട്ടുണ്ട്. 2.5 വർഷത്തിന് ശേഷം വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ലത്തീഫ് പള്ളത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് മാറുമ്പോൾ പകരം കോന്നല്ലൂരിലെ MK അബ്ദുൽ അസീസിന് വികസന സ്ഥിരം സമിതി അധ്യക്ഷ പദവി നൽകാനും ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. എഡിറ്റർ ലൈവ്, തിരുനാവായ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.